കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന കൺവെൻഷന്റെ ഭാഗമായി നവകേരളം സാധ്യതകളും പ്രതിസന്ധികളും എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. വൈലോപ്പിള്ളി സ്മൃതി ഭവനിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ സിഒഎ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ അധ്യക്ഷനായി. ജോൺ ബ്രിട്ടാസ് MP സെമിനാർ ഉദ്ഘാടനം ചെയ്തു. ഫെബ്രുവരി 5-6 തീയതികളിൽ തിരുവനന്തപുരം ടാഗോർ തിയേറ്ററിൽ വെച്ചാണ് കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ ഇത്തവണത്തെ സംസ്ഥാന കൺവെൻഷൻ സംഘടിപ്പിക്കുന്നത്. കൺവെൻഷന്റെ ഭാഗമായാണ് നവകേരളം സാധ്യതകളും പ്രതിസന്ധികളും എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചത്. സിഒഎ എന്ന സംഘടന ഒരു വിസ്മയമാണെന്നും കേരളത്തിൽ കോർപ്പറേറ്റ് ഭീമന്മാരെ ദൂരെ നിർത്തിയാണ് കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജൈത്രയാത്ര നടത്തുന്നതെന്നും സെമിനാർ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ജോൺ ബ്രിട്ടാസ് MP പറഞ്ഞു. ഈ സംഘടന തന്നെ യഥാർത്ഥത്തിൽ ഒരു വിസ്മയമാണ്. ബ്രോഡ്കാസ്റ്റ് രംഗം, ഡിജിറ്റൽ രംഗമെന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ കോർപ്പറേറ്റുകളുടെ കോട്ടക്കൊത്തളങ്ങളാണ്. യഥാർത്ഥത്തിൽ റിലയൻസ് മുതൽ താഴേക്കെടുത്താൽ ഇന്ത്യയിലെ എണ്ണപ്പെട്ട പ്രധാനപ്പെട്ട കമ്പനികളൊക്കെ വിഹരിക്കുന്ന ഒരു മേഖലയാണ് ഈ മേഖല. പക്ഷെ കേരളത്തിൽ ഈ 4000 സാധാരണ മലയാളികളുടെ ഈ കൂട്ടായ്മ ആ കോർപ്പറേറ്റ് ഭീമന്മാരെയൊക്കെ ദൂരെ നിർത്തിക്കൊണ്ട് വലിയൊരു ജൈത്രയാത്ര നടത്തുകയാണ്. UN G20 ഗ്ലോബൽ ലാൻഡ് ഇനിഷ്യേറ്റീവ് ഡയറക്ടർ മുരളി തുമ്മാരുകുടി വിഷയാവതരണം നടത്തി. നവകേരളം എന്നാൽ സമഗ്രവും സർവതല സ്പർശിയുമായ സുസ്ഥിരമായ ഒരു കേരളത്തെ പറ്റിയുള്ള ചിന്തയാണ്. നമ്മൾ നവകേരളം ഉണ്ടാക്കുന്നത് ഇന്നത്തെ കേരളത്തിന് എന്തെങ്കിലും ഒരു കുഴപ്പമുള്ളത് കൊണ്ടാണ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമല്ല. കേരളം എന്ന് പറയുന്നത് ശ്രീ ജോൺ ബ്രിട്ടാസ് MP പറഞ്ഞതുപോലെ വളരെ വ്യത്യസ്തമായ സാമ്പത്തിക പുരോഗതി മാത്രമല്ല, സാമൂഹ്യ പുരോഗതിയും ഇക്വിറ്റിയും ഇക്വാളിറ്റിയും എല്ലാം ഏറെ നേടിയെടുത്തിട്ടുള്ള ഒരു സംസ്ഥാനമാണ്. കേരള പ്ലാനിംഗ് ബോർഡ് അംഗം K രവിരാമൻ, CDS പ്രൊഫസർ പ്രവീണ കോടോത്ത, കേരള വിഷൻ ചെയർമാൻ K ഗോവിന്ദൻ തുടങ്ങിയവരും സെമിനാറിൽ സംസാരിച്ചു. 2040 തുടക്കത്തോടുകൂടി കേരളം ഒരു ഡെവലപ്ഡ് കൺട്രി സ്റ്റാറ്റസിലേക്ക് പോകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വളരെ വാല്യൂ ചെയ്യുന്നതും നമുക്ക് കേരളത്തിന്റെ പല ഗുണങ്ങളും വന്നിരിക്കുന്ന അതേ നവോത്ഥാനമാണ് ഈ പുരുഷ മേധാവിത്വത്തിനെയും ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. അപ്പോൾ പ്രാദേശിക മേഖലയിലെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമായിട്ട് ഇൻഫ്രാസ്ട്രക്ചറാണ്. ഭൗതിക സൗകര്യങ്ങൾ നന്നായിട്ട് വളരണം. അതുപോലെ തന്നെ കാർഷിക മേഖലയിൽ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാകണം. അതേപോലെ തന്നെ എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ സംവിധാനങ്ങൾ വളരെ സമഗ്രമായിരിക്കണം. തുടങ്ങിയിട്ടുള്ളവയൊക്കെയാണ് സാധാരണ കേരളം അക്കാര്യങ്ങളിൽ വളരെ ശ്രദ്ധിക്കുന്നുണ്ട്. സിഒഎ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ അധ്യക്ഷനായ പരിപാടിക്ക് സിഒഎ ജനറൽ സെക്രട്ടറി PB സുരേഷ് സ്വാഗതം ആശംസിച്ചു. സിഡ്കോ പ്രസിഡന്റ് വിജയകൃഷ്ണൻ K നന്ദി രേഖപ്പെടുത്തി. കൂടാതെ മറ്റ് സിഒഎ എക്സിക്യൂട്ടീവ് അംഗങ്ങളും സംസ്ഥാന ജില്ലാ ഭാരവാഹികളും പരിപാടിയിൽ സന്നിധരായിരുന്നു. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.